നമസ്കാരം. വികസനത്തിന്റെ പേരിൽ ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇടുക്കി കരുണാപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. തലമുറകളായി കായിക പ്രതിഭകളെ വാർത്തെടുത്ത കൂട്ടാറിലെ മൈതാനത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കമാണ് വൻ ജനകീയ പ്രക്ഷോഭത്തിന് വഴി തുറന്നിരിക്കുന്നത്. മൈതാനത്ത് കളിക്കാനിറങ്ങിയ കുട്ടികളെ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഒഴിപ്പിച്ചത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രദേശത്തെ കുട്ടികളുടെയും യുവാക്കളുടെയും ഏക ആശ്രയമായ കളിസ്ഥലമാണ് അധികൃതരുടെ പിടിവാശി മൂലം ഇല്ലാതാകുന്നത്. മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് നേരത്തെ തന്നെ കെട്ടിടം നിർമ്മിച്ചിരുന്നു. ബാക്കി വരുന്ന ഭാഗം പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതോടെ നാട്ടിലെ കായിക വിനോദങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. കഴിഞ്ഞ ദിവസം കളിക്കാനെത്തിയ കുട്ടികളെ അധികൃതർ തടഞ്ഞതാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഏകപക്ഷീയമായ തീരുമാനമാണ് കൈക്കൊള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കളിക്കളത്തിൽ നിന്ന് കുട്ടികളെ പോലീസ് ഭീഷണിപ്പെടുത്തി മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പഞ്ചായത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ പ്രതിഷേധം ഉയരുന്നുണ്ട്. ലഹരിവിരുദ്ധ കേരളം എന്ന മുദ്രാവാക്യം സർക്കാർ ഉയർത്തിപ്പിടിക്കുമ്പോൾ കുട്ടികളെ കായിക വിനോദങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിമർശനം ഉയരുന്നു. സേവ് കൂട്ടാർ ഗ്രൗണ്ട് എന്ന ഹാഷ്ടാഗോടെയുള്ള പ്രചരണം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. യുവാക്കൾക്ക് പരിശീലനത്തിന് ബദൽ സംവിധാനം ഒരുക്കാതെ ഗ്രൗണ്ട് അടച്ചുപൂട്ടുന്നതിൽ വിവിധ സ്പോർട്സ് ക്ലബ്ബുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാതെയും നാട്ടുകാരുടെ അഭിപ്രായം തേടാതെയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. എന്നാൽ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. കളിസ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുന്നതും ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. നാടിന്റെ കായിക സ്വപ്നങ്ങളെ തകർക്കുന്ന ഭരണസമിതിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. കായിക മേഖലയിൽ വളർന്നുവരുന്ന പ്രതിഭകൾക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ ഭരണസമിതി സ്വീകരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഭരണസമിതിയുടെ തന്നിഷ്ടപ്രകാരമുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സംഘടന. നാടിന്റെ പൊതുവായ കായിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ജനകീയമായ ചർച്ചകൾ കൂടാതെയാണ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വിഷയത്തിൽ നിയമപരമായ പോരാട്ടം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ ദേവസ്യ കള്ളിക്കാട്ട് പറഞ്ഞു. കായിക മേഖലയെ നശിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഭരണസമിതി പിന്മാറണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാർക്കു വേണ്ടി ചെയ്യുക? അവർക്ക് കൂടെ കൊടുത്താൽ കളിപ്പിച്ചോളാം. ആരല്ല പഞ്ചായത്തുമാളൊക്കെ നടക്കണമല്ലേ? കേസുണ്ടോ? ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ ശരിയായിട്ട് കൊടുക്കാം. മേടിച്ച് പന്താണ് അല്ല കേസുണ്ടാക്കി